ഏഞ്ചൽ ബിൻഡവളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ നൈറ്റിയുടെ കഴുത്താണ് കഴുത്ത് പിടിപ്പിക്കാനുള്ള ഏഞ്ചൽ ബിൻഡവളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, ഇത് നൈറ്റിയുടെ ഫ്രണ്ട് കഴുത്തായി പിടിപ്പിക്കാനുള്ളതാണ്. ഇത് പിടിപ്പിച്ചിട്ട് സാധാരണ നമ്മൾ പിടിപ്പിച്ചിട്ട് അകത്തോട്ട് ഇട്ടാണ് തയ്ക്കുന്നത്. പക്ഷേ ഈ പീസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇത് അകത്തുനിന്ന് വെളിയിലോട്ടിട്ട് തയ്ക്കാമെങ്കിൽ ഒരു ഡിസൈനും ആവും, ഒരു ഫാഷനും ആവും. അതായത് ഇത് നമ്മൾ സാധാരണ ഇവിടെ പിടിപ്പിച്ചിട്ട് ഇത് അകത്തോട്ടിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അങ്ങനല്ലാതെ അത് അകത്തുനിന്ന് വെളിയിലോട്ട് പിടിപ്പിക്കണം. വെളിയിലോട്ട് പിടിപ്പിക്കുമ്പോൾ ഇതൊരു ഫാഷനായിട്ട് നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ വരും. അത് തയ്ക്കേണ്ടത് അകത്തുനിന്ന് വെളിയിലോട്ടാണ് തയ്ക്കേണ്ടത്. ഇത് നമ്മൾ അകത്ത് തയ്ച്ച് ഇനി നമുക്കിത് വെളിയിലോട്ടിട്ട് നല്ല ഭാഗത്തോട്ട് മടക്കിയിടാം. ഇത് നല്ല വശത്ത് വന്ന് ഇനി നമുക്ക് ഇത് 3-4 തയ്യൽ തയ്ക്കാം. ഇതൊരു തയ്യൽ തയ്ച്ചല്ലോ, ഈ എറുമ്പും തയ്ക്കണം. ഈ എറുമ്പും തയ്ച്ചിട്ട് നമുക്കൊരു 3-4 തയ്യൽ തയ്ക്കുമ്പോൾ അതൊരു ഡിസൈനായിട്ട് മാറും. പിന്നെ ഈ പൂ ഇങ്ങനെ വന്നെങ്കിൽ നമ്മൾ ഈ നൈറ്റിയുടെ പൂക്കൾ ഇങ്ങനെയാണ് താഴോട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഈ ഡിസൈൻ കൊടുത്ത പൂ ഇങ്ങനെ വിലങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഈ കഴുത്ത് റെഡിയാക്കി എടുത്ത് ഇതൊരു ഡിസൈനാണ്. ഇതിപ്പോൾ കറുപ്പായതുകൊണ്ടാണ് നമുക്ക് വലിയ ഭംഗിയായിട്ട് തോന്നാത്തത്. ഇതിങ്ങനെ വിലങ്ങനെ പോയി ഇതിങ്ങനെ നേരെ വന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.